വെൽക്കം ടു CC പ്ലസ്. എൻ്റെ പേര് സുമിത. ഈ വരുന്ന ഫെബ്രുവരി 27 USSൻ്റെ എക്സാം ആണല്ലേ. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? നോക്കാം. 2024 അർജുന അവാർഡ് നേടിയ നീന്തൽ താരം ആരാണ് എന്നുള്ളതാണ്. ഏതാണ്? സാജൻ പ്രകാശാണ് 2024 അർജുന അവാർഡ് നേടിയ നീന്തൽ താരം. അടുത്തത് 2024 ദ്രോണാചാര്യ അവാർഡ്, അതായത് മികച്ച കായിക പരിശീലകനുള്ള ബഹുമതിയാണ് ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുന്നത്. അത് നേടിയ കായിക പരിശീലകൻ ആരാണെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് S. മുരളീധരൻ. അദ്ദേഹത്തിനാണ് 2024 മികച്ച കായിക പരിശീലകനുള്ള ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. അടുത്തത് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നാഗാലാൻഡാണ് കേട്ടോ. ഇനി നാഗാലാൻഡിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാം. നാഗാലാൻഡിലാണ് ദ ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽസ് എന്നറിയപ്പെടുന്നത് നാഗാലാൻഡാണ്. അതേപോലെ പ്രശസ്തമായിട്ടുള്ള ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് നാഗാലാൻഡിലാണ്. ഇനി മറ്റൊരു ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ളൊരു മേളയാണ് പുഷ്കർ മേള എന്ന് പറയുന്നത്. പുഷ്കർ മേള, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കന്നുകാലി മേളയാണ് പുഷ്കർ മേള നടക്കുന്നത് രാജസ്ഥാനിലാണ്. ഇനി ഈ നാഗാലാൻഡ് എന്ന് പറയുന്നത് 7 സിസ്റ്റേഴ്സിൽ വരുന്ന ഒരു സ്റ്റേറ്റാണ്. 7 സിസ്റ്റർ സ്റ്റേറ്റിൽ വരുന്ന ഒരു സ്റ്റേറ്റാണ്. ഇനി അതിനകത്ത് തന്നെ വരുന്ന മണിപ്പൂരാണ് ജുവൽ ലാൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കേട്ടോ. ജുവൽ ലാൻഡ് ഓഫ് ഇന്ത്യ. അത് ജുവൽ ലാൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടാനായിട്ട് കാരണം ഈ പറഞ്ഞതുപോലെ ഏകദേശം പരന്ന ഷേപ്പിൽ വരുന്ന മൊട്ടക്കുന്നുകൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വരുന്ന ഒരു 9ഓളം കുന്നുകൾ ആ ഒരു സ്റ്റേറ്റിന് ചുറ്റുമായിട്ട് അണിനിരക്കുന്നത് കൊണ്ടാണ് അതിനെ ജുവൽ ലാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ജുവൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണെന്നറിയാമോ? ജുവൽ സിറ്റി എന്നറിയപ്പെടുന്നത് സൂറത്താണ്. ഗുജറാത്തിലെ സൂറത്താണ്. രത്നവ്യാപാരത്തിന് പേര് കേട്ട ഒരു സ്ഥലമായതുകൊണ്ടാണ് ജുവൽ സിറ്റി എന്ന് സൂറത്ത് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യയുടെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണെന്നറിയാമോ? ജയ്പൂരാണ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്. ചുമന്ന കളറിലുള്ള അല്ലെങ്കിൽ പിങ്ക് കളറിലുള്ള കല്ലുകൾ കൊണ്ട് കോട്ടകൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ടാണ് അതിനെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോക വനിതാ ചെസ് ചാമ്പ്യനായ ഇന്ത്യൻ വനിതയാണ്. അവരാണ് കൊണേരു ഹംപിയാണ് ലോക വനിതാ ചെസ് ചാമ്പ്യനായ ഇന്ത്യൻ വനിത. ഇനി നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ഭൂമിയാണ് അല്ലേ. എന്തുകൊണ്ടാണ് ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടാനുള്ള ഒരു കാരണം? ഏകദേശം 70% ജലമായതുകൊണ്ടാണ് ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത്. ഇനി ഏറ്റവും ഷൈനിങ് ഉള്ള പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ശുക്രനാണ് കേട്ടോ. ഇനി മോർണിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്നത് ആരാണ്? വീനസ് ആണ് അല്ലേ. മോർണിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന പ്ലാനറ്റ് വീനസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരം ഏത് എന്നുള്ളതാണ്. ഖേൽ രത്നയാണ്. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഹോണർ ചെയ്തുകൊണ്ട് രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി 91-92 ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച വിശ്വനാഥൻ ആനന്ദാണ്. ചെസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. ആദ്യമായി രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത് വിശ്വനാഥൻ ആനന്ദിനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ചെസ്സായിരുന്നു. ആദ്യമായി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച വനിത കർണം മല്ലേശ്വരിയാണ്. വെയ്റ്റ് ലിഫ്റ്റിംഗ് ആയിരുന്നു അവരുടെ കായിക ഇനം. 3 മലയാളികൾക്ക് കൂടി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ശ്രീമതി KM ബീനാമോളാണ്. രണ്ടാമത് ശ്രീമതി അഞ്ജു ബോബി ജോർജ്. മൂന്നാമത് ഒളിമ്പ്യൻ PR ശ്രീജേഷ്. ഇവർക്ക് 3 പേർക്കുമാണ് കേരളത്തിൽ നിന്നും ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 25 ലക്ഷം രൂപയാണ് ഖേൽ രത്ന അവാർഡ്. കേരളത്തിൽ ഡ്രോൺ റിസർച്ച് പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. കൊട്ടാരക്കരയിലാണ് കേട്ടോ. ഇനി കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളെ എന്ത് പേര് വിളിക്കുന്നു എന്നുള്ളതാണ്. ധാതു അധിഷ്ഠിത വ്യവസായം, ലോഹ വ്യവസായം, കൃഷി അധിഷ്ഠിത വ്യവസായം, അലോഹ വ്യവസായം. അപ്പം കാർഷിക ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തീർച്ചയായിട്ടും എന്തായിരിക്കും? കൃഷി അടിസ്ഥിതമായിട്ടുള്ള വ്യവസായങ്ങളായിരിക്കും കേട്ടോ. ഇനി ഇന്ത്യയിൽ ഗോതമ്പ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കേരളം, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന.
അതിനകത്ത് കേരളമാണ് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാത്ത സംസ്ഥാനം എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന ഇവിടെ മൂന്നും ഗോതമ്പ് കൃഷിയുണ്ട്. കേരളത്തിൽ പ്രധാനമായിട്ടും എന്താണ്? നെല്ലാണ് ഉൽപ്പാദനം. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ അരി ഉൽപ്പാദിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. ഇനി ഇതിൽ ഹരിയാന എന്ന് പറയുന്നത് മിൽക്ക് ബൗൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ആണ്. ഇന്ത്യയുടെ പാൽ തൊട്ടി, മിൽക്ക് ബൗൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ആണ് ഹരിയാന എന്ന് പറയുന്നത്. ഇനി പഞ്ചാബിന് ആ ഒരു പേര് വരാനുള്ള കാരണം എന്താണ്? 5 നദികളുടെ നാടല്ലേ, പഞ്ച് ആബ്. ആബ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ നദി എന്നാണ് അർത്ഥം. അപ്പോൾ 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? പഞ്ചാബാണ് അറിയപ്പെടുന്നത്. അതേപോലെ ഉത്തർപ്രദേശിനുണ്ടൊരു പ്രത്യേകത എന്താണ്? ഉത്തർപ്രദേശിലാണ് കഥക് അല്ലേ. കഥക് എന്ന് പറയുന്ന നൃത്തരൂപം, ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള നൃത്തരൂപങ്ങളിൽ ഒന്നായ കഥക് എവിടുത്തെ നൃത്തരൂപമാണ്? ഉത്തർപ്രദേശിലെ നൃത്തരൂപമാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യം 1998 മെയ് 17 പദ്ധതി ആരംഭിച്ചു. കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കാനുള്ള പദ്ധതി 1989 മെയ് 10 ആരംഭിച്ചു. ഇത് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട 4 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൃത്യമായും കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിനകത്ത് 1ഉം 2ഉം, അതായത് ഇത് രണ്ടുമാണ് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കൃത്യമായ ആൻസർ. ഇനി ഉയർന്ന മൂലധന നിക്ഷേപവും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന കൃഷി: സമ്മിശ്ര കൃഷി, ഉപജീവന കൃഷി, വാണിജ്യ വിളകൃഷി, തോട്ടവിളകൃഷി. ഇതിനകത്ത് ഏതാണ്? ഉയർന്ന മൂലധനവും നിക്ഷേപവും ആവശ്യമായിട്ട് വരുന്നത് എന്താണ്? വാണിജ്യ ആവശ്യങ്ങൾക്കാണ് അല്ലേ. അപ്പോൾ വാണിജ്യ വിള കൃഷികളാണ് ഉയർന്ന മൂലധന നിക്ഷേപവും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്നത്. ഇനി 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിൽ പോഷക ആഹാരം അല്ലെങ്കിൽ ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കാർഷിക അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യങ്ങൾക്കായി കോളനി രാജ്യങ്ങളിൽ ആരംഭിച്ച കൃഷി രീതി ഏതാണെന്നുള്ളതാണ്. സമ്മിശ്ര കൃഷിരീതി, ഉപജീവന കൃഷിരീതി, വാണിജ്യ വിളകൃഷി, തോട്ടവിളകൃഷി. ഏതാണ്? തോട്ടവിളകൃഷിയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് കാർഷിക അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യങ്ങൾക്കായിട്ട് കോളനി രാജ്യങ്ങളിൽ ആരംഭിച്ച കൃഷിയാണ് തോട്ടവിളകൃഷി എന്ന് പറയുന്നത്. ഇനി LSSൻ്റെയും USSൻ്റെയും ഒക്കെ കൂടുതലായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും നിങ്ങളെ എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും LSS എക്സാമിനും USS എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ വീഡിയോസ് കാണുക. ഇനി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും LSSൻ്റെ ഒക്കെ പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ അവരോടും കൂടെ ഇത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് USS എക്സാമിന് പഠിക്കുക. അപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മോർ വീഡിയോസുമായിട്ട് കാണാം. താങ്ക്